ഇന്ന് പുറത്തു വന്ന 3 IPL ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഈ IPL നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് RCB ടീമിനെ സംബന്ധിക്കുന്നതാണ്. RCB ടീമിൽ നിന്ന് വലിയൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. RCBയുടെ ക്യാപ്റ്റൻ അത് ഡുപ്ലസിസ് ആണ്. എന്നാൽ ഇപ്പോൾ ഡുപ്ലസിസ് IPL 2024 വിരമിക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. RCBയുടെ പുതിയ ക്യാപ്റ്റനായി മാക്സ്വെൽ ചുമതലയേൽക്കും. അടുത്ത IPL 2025 RCBയുടെ ക്യാപ്റ്റനായി മാക്സ്വെൽ വരുന്നത്. ഡുപ്ലസി ഈ വർഷം വിരമിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. RCB ടീമിൽ വലിയ മാറ്റമാണ് വരാൻ പോകുന്നത്. ചിലപ്പോൾ ഒരു വർഷം മുന്നേ തന്നെ മാക്സ്വെൽ ക്യാപ്റ്റനായേക്കും. അതായത് ഈ വരുന്ന IPLലും ചിലപ്പോൾ മാക്സ്വെലിനെ ക്യാപ്റ്റനാക്കാൻ സാധ്യതയുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് മുംബൈ ഇന്ത്യൻസുമായി ബന്ധപ്പെട്ടതാണ്. ഒരു കാലത്ത് IPL ഭരിച്ചിരുന്ന ടീമാണ് മുംബൈ ഇന്ത്യൻസ്. എന്നാൽ ഇപ്പോൾ അവർക്ക് ആ പഴയ പ്രതാപമില്ല. ഒരു കപ്പ് നേടിയിട്ട് കുറച്ച് വർഷങ്ങളായി. സാധാരണ ഒന്നിടവിട്ട് കപ്പ് മുംബൈ ഇന്ത്യൻസ് നേടാറുണ്ട്. ഇപ്പോൾ ഇതാ ആ പഴയ പവറിലേക്ക് തിരിച്ചു വരാൻ മുംബൈ ഇന്ത്യൻസ് പുതിയൊരു താരത്തെ ടീമിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, യുവരാജ് സിംഗ് ആണ്. യുവരാജ് അവസാനമായി കളിച്ചത് മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയാണ്. ഇപ്രാവശ്യം യുവരാജ് പ്ലെയറായിട്ടല്ല വരുന്നത്, മറിച്ച് മുംബൈ ഇന്ത്യൻസിന്റെ കോച്ചായിട്ടാണ് യുവരാജ് വരുന്നത്. മുംബൈ ടീം യുവരാജുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. IPL 2024 മുംബൈയുടെ കോച്ചായിട്ട് യുവരാജ് വരും. മുംബൈ ടീമിൽ ഓൾറെഡി ക്യാപ്റ്റൻസി മാറ്റം വന്നു കഴിഞ്ഞു. പുതിയ ക്യാപ്റ്റനായിട്ട് പാണ്ഡ്യയും പുതിയ കോച്ചായിട്ട് യുവരാജുമാണ് മുംബൈയിൽ വരുന്നത്. മുംബൈ ടീമിൽ അടിപൊളി മാറ്റമാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ചെന്നൈ സൂപ്പർ കിങ്സുമായി ബന്ധപ്പെട്ടതാണ്. ചെന്നൈ ടീമിലെ സൂപ്പർ താരമാണ് MS ധോണി. ധോണിയാണ് ചെന്നൈയുടെ ക്യാപ്റ്റൻ. ധോണിയല്ലാതെ മറ്റൊരു താരത്തെ CSK ക്യാപ്റ്റനാക്കുന്നത് ചിന്തിക്കുന്നില്ല. പക്ഷേ ധോണിക്ക് വയസ്സായി. ഇത് ധോണിയുടെ അവസാന IPL ആണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ CSK ടീമിന് പുതിയൊരു ക്യാപ്റ്റനെ ആവശ്യമാണ്. ഇപ്പോൾ ഇതാ CSK ടീമിൽ നിന്ന് വലിയ വാർത്തയാണ് പുറത്തു വരുന്നത്. IPL 2024 ധോണി ആയിരിക്കില്ല CSKയുടെ ക്യാപ്റ്റൻ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പകരം ഋതുരാജ് ആയിരിക്കും CSK ടീമിനെ നയിക്കാൻ പോകുന്നത്. ധോണി CSK ടീമിന്റെ മുൻപന്തിയിലുണ്ടാകും. ഋതുരാജിന്റെ കാര്യങ്ങൾ ധോണി പറഞ്ഞു കൊടുക്കും. അങ്ങനെ ധോണി പോകുമ്പോഴേക്കും ഋതുരാജിനെ വളർത്തിയെടുക്കാനാണ് CSKയുടെ പദ്ധതി. അപ്പോൾ ഇത്തരം IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.